ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മാലാഖമാരെ, എല്ലാവർക്കും സന്തോഷമാണോ? ആണോ? സുഖമല്ലേ എല്ലാവർക്കും? ആ, സുഖമാണ്. എനിക്കൊന്ന് ചാടി എഴുന്നേറ്റേ. എന്നിട്ട് കുഞ്ഞി കൈകൾ കുപ്പിപ്പിടിച്ച് ആ കുഞ്ഞി കണ്ണൊക്കെ ഒന്ന് അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ, എല്ലാവരും ചാടി എഴുന്നേറ്റേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോ ഏതാ? ഉണ്ണീശോ അല്ലേ? ആ ഉണ്ണീശോയെ മനസ്സിലോർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പപ്പയെയും മമ്മിയെയും ചേട്ടനെയും ചേച്ചിയെയും കുഞ്ഞുവാവയെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ കാവൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോ? ആ, എന്നാൽ കുഞ്ഞ് കണ്ണൊക്കെയും തുറന്നേ. ഇനി നമുക്കിരിക്കാം. എല്ലാവരും ഇരുന്നോ? ആരും ഇരിക്കാത്ത ഉണ്ടല്ലോ, വേഗം ഇരുന്നേ. ആ, ഓക്കെ. ഇന്ന് രാവിലെ അമ്മ കാപ്പിക്ക് എന്താ ഉണ്ടാക്കി തന്നേ? എന്തോ? ആ, പുട്ടായിരുന്നോ? ആ, ദോശ കഴിച്ചവരുണ്ടോ? എന്തോ? ഉറക്കപ്പറ. ആ, ചപ്പാത്തി കഴിച്ചല്ലേ? ഇവാഞ്ചലിൻകുട്ടി എന്താ കഴിച്ചേ? സിസ്റ്റർ കേൾക്കുന്നില്ല, ഉറക്ക പറഞ്ഞേ. ആ, ന്യൂഡിൽസ് കഴിച്ചല്ലേ? ആ, നിങ്ങൾ ന്യൂഡിൽസ് കഴിച്ചവരുണ്ടോ? ഒന്ന് കൈ പൊക്കി കാണിച്ചേ ന്യൂഡിൽസ് കഴിച്ചവർ. ആ, കുറേ പേരുണ്ടല്ലേ. അപ്പം നമ്മൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ കുഞ്ഞു വയറൊക്കെ നിറച്ച് റെഡി ആയിട്ടിരിക്കുക. എന്തിനാ റെഡി ആയിട്ടിരിക്കുന്നേ? ആ, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നേ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. ഇന്നേ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ആ, ഈശോയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈശോയെക്കുറിച്ച് പഠിക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? അതെല്ലേ. നമ്മളെല്ലാ ദിവസവും വീട്ടിൽ പപ്പയുടെയും മമ്മിയുടെയും കൂടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. പപ്പയും മമ്മിയും നമുക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരും. എന്നാൽ ഞായറാഴ്ച നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചിലവഴിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ വേദപാഠം പഠിക്കുന്നത് അല്ലേ? ആ, അതേന്നേ. അപ്പോൾ നമുക്ക് വേദപാഠം പഠിക്കാൻ ഇഷ്ടമല്ലേ? ആ, എന്നാൽ നമുക്ക് നന്നായിട്ട് ഈശോയെക്കുറിച്ച് പഠിക്കാം അല്ലേ? സിസ്റ്റർ ഒരു കാര്യം ചോദിക്കുവാണേ. കുഞ്ഞു ചോദ്യമാണ്, വേഗം വേഗം ഉത്തരം പറയണം. നിങ്ങളുടെ വീട്ടിലെ ആരൊക്കെയാണ് ഉള്ളത്? ആ, പപ്പയുണ്ട്, ആ മമ്മിയുണ്ട്, പിന്നെ ആരാ? ആ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ആരാ ഉള്ളത്? എബിൻകുട്ടൻ എന്തോ പറയുന്നുണ്ട്. ആ, എബിൻകുട്ടൻ എന്നാ പറഞ്ഞെന്നറിയാവോ? എബിൻകുട്ടൻ്റെ വീട്ടിൽ കുഞ്ഞിപ്പൂച്ചയുണ്ടെന്ന്. ആ, നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ, എന്താ റോസ്മോളെ? ആ, റോസ്മോൾ എന്താ പറഞ്ഞതെന്നറിയാവോ? റോസ്മോളിൻ്റെ വീട്ടിൽ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന്. ആ, എല്ലാവരുടെയും വീട്ടിൽ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടോ? എന്നാൽ ആരുടെയൊക്കെ വീട്ടിലാണ് കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉള്ളത്? ഒന്ന് കൈപൊക്കി കാണിച്ച സിസ്റ്ററിനെ. ആ, ഒത്തിരി പേരുടെ വീട്ടിൽ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ കോഴിയമ്മേനെയും കുഞ്ഞുങ്ങളെ? ഇഷ്ടമാണല്ലേ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഇപ്പം ഒരു കോഴിയമ്മേനെ കുറച്ച് കുഞ്ഞുങ്ങളെയും കാണിച്ചു തരട്ടെ. ആ, മുറ്റത്ത് ചെക്കിപ്പറക്കുന്ന തള്ളക്കോഴിയെയും അതിന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടുകാർ കണ്ടിട്ടില്ലേ? കിയോ കിയോ കരഞ്ഞ് നടക്കുന്ന അവയെ കാണാൻ എന്ത് രസമാണെന്നോ. നമുക്കിനി അവയെ പറ്റി ഒരു പാട്ടായല്ലോ.
കോഴിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എന്ത് രസമല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ. ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയേ നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ വരാറുണ്ടല്ലോ. ആരാ വരുന്നേ? ആ കാക്ക വരും, ഉറക്കപ്പറ. പരുന്ത് വരും, പിന്നെ ആ പൂച്ച വരുമല്ലേ. എന്തോ? ആ യജ്ഞാമോള് പറയുവാ യജ്ഞാമോളും കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാറുണ്ടെന്ന്. ആ നമ്മളും പിടിക്കുമല്ലേ. നല്ല രസമല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ. ആ അതെ, ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചാലും ഇനി കാക്കയോ പരുന്തോ പിന്നെ പൂച്ചയോ ഒക്കെ പിടിക്കാൻ വരുമ്പം തള്ളക്കോഴി ഇങ്ങനെ നോക്കി നിൽക്കുമോ? ആ ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നേ? തള്ളക്കോഴി ഓടി വരും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കൊത്തി ഓടിക്കും അല്ലേ. അത് കഴിഞ്ഞ് ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ആഹാ, നിങ്ങൾ മിടുക്കരാണല്ലോ. തള്ളക്കോഴി ആ ചിറകങ്ങ് വിരിച്ച് പിടിച്ചിട്ട് ഈ കുഞ്ഞുകോഴികളെല്ലാം കൂടി എന്ത് ചെയ്യും? ഈ ചിറകിൻ്റെ ഉള്ളിലാക്കി അങ്ങ് ഒളിപ്പിച്ച് വയ്ക്കും. എന്തിനാണ് ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നേ? കൂട്ടുകാർക്കറിയാവോ? ആരോ പറയുന്നുണ്ട്. ആ ജോണിക്കുട്ടനാ. എന്താ പറഞ്ഞെന്നറിയാവോ? ജോണിക്കുട്ടൻ പറയുവാണേ ആരും പിടിച്ചോണ്ട് പോകാതിരിക്കാനാന്ന്. ശരിയല്ലേ? ആരും പിടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാലേ. എന്തൊരു സ്നേഹമല്ലേ ഈ തള്ളക്കോഴിക്ക് കുഞ്ഞിക്കോഴികളോട് അല്ലേ. ആ ഇതുപോലെ നമ്മുടെ വീട്ടിലെ നമ്മൾ കുഞ്ഞു മക്കളാ. നമുക്ക് പേടി തോന്നാറില്ലേ? എപ്പോഴാ പേടി തോന്നുന്നേ? ആ വലിയ മഴ വരുമ്പോൾ പേടിയാകും, ഇടി വെട്ടുമ്പോൾ പേടിയാകും, കാറ്റ് വീശുമ്പോൾ പേടിയാകും അല്ലേ. ആ സമയത്തെ നമ്മൾ ആരുടെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നേ? പപ്പയുടെ അടുത്തേക്ക് ഓടിപ്പോകും, മമ്മിയുടെ അടുത്തേക്ക് ഓടിപ്പോകും. പപ്പ നമ്മളെ എന്താ ചെയ്യുക നേരം? പപ്പ നമ്മളെ വേഗം അങ്ങ് എടുത്തിട്ടോ മടിയിലിരുത്തും, എന്നിട്ടങ്ങ് ചേർത്ത് പിടിക്കും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ പപ്പ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. പിന്നെ നമുക്ക് ആരെങ്കിലും പേടിയുണ്ടോ? ആ ഇല്ല, നമുക്ക് പിന്നെ ആരെയും പേടിയില്ലല്ലേ. ഈ പപ്പയും മമ്മിയും നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? എങ്ങനെയൊക്കെയാണ് പപ്പയും മമ്മിയും നമ്മളെ സ്നേഹിക്കുന്നേ? ആ ഉറക്കപ്പറ. ആ കളിപ്പാട്ടുകൾ മേടിച്ചു തരും, പിന്നെയോ നല്ല ഉടുപ്പ് മേടിച്ചു തരും, ആ ചോക്ലേറ്റ് മേടിച്ചു തരും അല്ലേ. എന്തെല്ലാം സാധനങ്ങളാണ് പപ്പയും മമ്മിയും നമുക്ക് മേടിച്ചു തരുന്നേ. എന്നാലേ സിസ്റ്റർ കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു കുഞ്ഞി പനി വന്നാൽ ഈ പനി മാറ്റിത്തരാൻ പപ്പയ്ക്കും മമ്മിക്കും പറ്റുമോ? ആ ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നേ? എന്തോ? ആശുപത്രിയിൽ പോകും. ശരിയാട്ടോ, ആശുപത്രിയിൽ പോകും. പിന്നെ എന്നാ ചെയ്യുന്നേ? മരിയാമോൾ എന്തോ പറഞ്ഞല്ലോ. എന്താ? ആ ദൈവത്തോട് പ്രാർത്ഥിക്കൂന്ന്. ശരിയല്ലേ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. സിസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞി കഥ പറഞ്ഞു തരാവേ. കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? സിസ്റ്റർ പറയുന്നത് ഒരു ടോണിക്കുട്ടിയുടെ കഥയാണ്. ടോണിക്കുട്ടി ആരാണെന്നറിയാവോ? ആരാ? ആ നിങ്ങളെപ്പോലെയുള്ള ഒരു കൊച്ചു മിടുക്കനാ. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, പപ്പേനെയും മമ്മീനെയും അനുസരിക്കും. നല്ല മിടുക്കൻ. പക്ഷേ ഉണ്ടല്ലോ, ഒരു ദിവസം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. പപ്പയും മമ്മിയും കാണാതെ നമ്മുടെ ടോണിക്കുട്ടൻ മഴയത്തിറങ്ങി കളിക്കാൻ പോയി. കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പം ടോണിക്കുട്ടൻ്റെ മമ്മി കണ്ടു. മമ്മി അവനെ കയറ്റിക്കൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഉടുപ്പൊക്കെ മാറ്റി കൊടുത്തു, തലയൊക്കെ തുടച്ചു കൊടുത്തു, നല്ല മിടുക്കനാക്കി. പക്ഷേ ഉണ്ടല്ലോ, അന്ന് രാത്രി ആയപ്പോഴത്തേനും ഉണ്ടല്ലോ ടോണിക്കുട്ടന് പനി പിടിച്ചു. നല്ല പനി മാറുന്നില്ല. ടോണിക്കുട്ടൻ്റെ പപ്പയ്ക്കും മമ്മിക്കും സങ്കടമായേ. എന്നിട്ടുണ്ടല്ലോ പപ്പയും മമ്മിയും ടോണിക്കുട്ടനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെല്ലുമ്പം നമുക്ക് എന്താ കിട്ടുന്നേ? ആ നേഴ്സുമാർ നല്ല സൂചി വെക്കൂലേ. ഈ സൂചി വെക്കുമ്പോൾ വേദനയുണ്ടോ? ആ വേദനയുണ്ടല്ലേ. ഈ ടോണിക്കുട്ടന് നല്ല സൂചി കൊടുത്തു കേട്ടോ. എന്തിനാ സൂചി വെക്കുന്നേ? ആ മരുന്ന് കയറ്റാൻ. എന്നിട്ടൊന്നും പനി കുറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പം ടോണിക്കുട്ടൻ്റെ പപ്പയും മമ്മി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ടോണിക്കുട്ടൻ്റെ പനി മാറ്റണേന്ന്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോണിക്കുട്ടൻ്റെ പനി പതുക്കെ കുറഞ്ഞു തുടങ്ങി. ആരാ മക്കളെ ടോണിക്കുട്ടൻ്റെ പനി മാറ്റിക്കൊടുത്തേ? ഉറക്കപ്പറ. ആ ദൈവമാല്ലേ. ഈ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ദൈവത്തിൻ്റെ വീട് എവിടെയാണെന്നറിയാവോ? എവിടെയാ വീട്? ആ ആരോ പറഞ്ഞു. എവിടെയാ? സ്വർഗത്തിലാ ദൈവത്തിൻ്റെ വീടെന്ന് ജോണിക്കുട്ടി പറയുന്നുണ്ട്. ആരാ പറഞ്ഞേ സ്വർഗത്തിലാ വീടെന്ന്? ആ വെല്ലുമിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വീട് എവിടെയാ? സ്വർഗത്തിൽ. ഈ സ്വർഗത്തിലെ ദൈവം ആരാന്നറിയാവോ? ആരാ? ആ നമുക്ക് ജീവൻ തന്ന്, നല്ല പപ്പയെ തന്ന്, നല്ല മമ്മീനെയൊക്കെ തന്ന്, നമ്മുടെ കുഞ്ഞു കൈയൊക്കെ പിടിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ പിതാവാണ് നമ്മുടെ ദൈവം. ആരാ നമ്മുടെ ദൈവം? ഉറക്കെ പറഞ്ഞേ. ആ നമ്മുടെ പിതാവാണ് നമ്മുടെ ദൈവം.
ഈ സ്വർഗത്തിലാണ് ദൈവത്തിൻ്റെ വീടെന്ന് പറഞ്ഞില്ലേ സിസ്റ്റർ? ആ, ഈ സ്വർഗത്തിലുള്ള ദൈവത്തെ നമുക്ക് സ്വർഗീയ അപ്പച്ചാന്ന് വിളിക്കാം. എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വർഗീയ അപ്പച്ച. ഉറക്കെ എന്ന് വിളിക്കാവോ സ്വർഗീയ അപ്പച്ചനെ? സ്വർഗീയ അപ്പച്ചാന്ന് ഉറക്കെ വിളിച്ചേ. സ്വരം പോരല്ലോ, ഉറക്കെ വിളിച്ചേ. ആ, ഓക്കെ. ഇപ്പോൾ സ്വർഗത്തിലുള്ള അപ്പച്ചന് ഒത്തിരി സന്തോഷമായിട്ടുണ്ടേ. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ചെറിയ സുഹൃത ജപം. അതെന്നതാ സുഹൃത ജപം? ഒരു കുഞ്ഞി പ്രാർത്ഥനയാണ് കേട്ടോ. സിസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരും, നിങ്ങളത് ഏറ്റു പറയണേ. റെഡിയല്ലേ? ഓക്കെ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞേ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാവരും പഠിച്ചോ? ആ, ഓക്കെ, മിടുക്കര്. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഓക്കെ. ഇനി ഇതിപ്പം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. പപ്പയും മമ്മിയും ചേട്ടനെയും ചേച്ചിയും ഒക്കെ എന്ത് ചെയ്യണം? ഇത് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ആ, നിങ്ങൾ സ്വർഗത്തിലെ പിതാവിൻ്റെ നല്ല മക്കളാണ്. ഈ സ്വർഗത്തിലെ പിതാവിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ഇനിയും വളരണമെങ്കിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അതെന്താണ് ഈ നല്ല നല്ല കാര്യങ്ങൾ? അറിയാവോ? അറിയത്തില്ല? സിസ്റ്റർ പറഞ്ഞുതരാം കേട്ടോ. അതായത് പപ്പയും മമ്മിയും നമ്മോട് വീട്ടിൽ പറയും, നന്നായിട്ട് പഠിക്കാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ എന്നാ പറയുന്നേ? പറഞ്ഞേ. ആ, വഴക്ക് കൂടരുത് പറയും. ആരോടാ വഴക്ക് കൂടുന്ന വീട്ടിൽ? ആ, ചേട്ടനോടും ചേച്ചിയോടും കുഞ്ഞുവാവയോടൊന്നും വഴക്ക് കൂടല്ലേ എന്ന് പറയും അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അനുസരിക്കണം. പിന്നെ വെല്ലിച്ചാച്ചനും വെല്ലിമിച്ചിയില്ലേ വീട്ടിൽ? ആരുടെയൊക്കെ വീട്ടിലാണ് ഉള്ളേ? ആ, കുറേ പേരുടെ വീട്ടിലുണ്ട്. അപ്പം വെല്ലിച്ചാച്ചനോടും വെല്ലിമിച്ചിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വഴക്ക് കൂടാതെ ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ സ്വർഗത്തിലുള്ള പിതാവിന് നമ്മളെ ഒത്തിരി ഇഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന് ഒരു പ്രോമിസ് കൊടുത്താലോ? എങ്ങനെയാണ് പ്രോമിസ് കൊടുക്കുന്നേ? കൈ ഇങ്ങനെ പിടിച്ചേ. ആ, എന്നിട്ട് സിസ്റ്റർ പറയാവേ. അതുപോലെ പറയണം. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി ഞാൻ ജീവിക്കും. പ്രോമിസ് കൊടുത്ത എല്ലാവരും? ഓക്കെ. ഇനി വരുമ്പോഴേ ഒരു ചെറിയ കാര്യം ചെയ്തുകൊണ്ട് വരണം. എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഏത് പഴമാണ് ഏറ്റവും ഇഷ്ടം? ആ, എല്ലാവർക്കും മാങ്ങാപ്പഴമാണോ ഇഷ്ടം? ആ, അങ്ങനെയാണെങ്കിൽ മാങ്ങയുണ്ടാകുന്നത് ഏത് മരത്തിലാണ്? ആ, മാവിലല്ലേ? ഈ മാവ് വരയ്ക്കാൻ കൂട്ടുകാർക്കറിയാവോ? ആ, അറിയത്തില്ല? അറിയാം. ആ, അറിയുന്നവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്. സാരമില്ല, പപ്പയോടും മമ്മിയോടും പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് നല്ല മാവ് വരച്ചു തരും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗീയ അപ്പച്ചന്, നമ്മുടെ പിതാവായ ദൈവത്തിന് ഒത്തിരി സന്തോഷമാകുമെന്ന് പറഞ്ഞില്ലേ? ആ, അപ്പോൾ ഓരോ നല്ല കാര്യങ്ങൾ, വഴക്കൂടാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഓരോ മാങ്ങ നമ്മുടെ മാവേ വരയ്ക്കണം. എന്നിട്ട് നല്ല ക്രയോൺസ്, എല്ലാവരുടെയും വീട്ടിൽ ക്രയോൺസ് ഇല്ലേ? ആ, ഇല്ലെങ്കിൽ പപ്പയോട് പറഞ്ഞാൽ മതി, പപ്പ മേടിച്ച് തരും. ക്രയോൺസ് വെച്ച് നല്ല കളറുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സിൽ കാണണം. ഓക്കെ. മടുത്തോ കൂട്ടുകാർ? ഇല്ല. എന്നാൽ ഒന്ന് ചാടി എഴുന്നേറ്റേ. എന്നിട്ടേ ഇത്രയും സമയം നമ്മുടെ കൂടെ ആയിരുന്ന ഈശോ ഉണ്ടല്ലോ, നമ്മൾ വിളിച്ചില്ലായിരുന്നു ഈശോയെ? ആ ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമുക്ക് എന്തെല്ലാം തരുന്നുണ്ടല്ലേ, ആ സ്വർഗീയ അപ്പച്ചന് നന്ദി പറയണ്ടേ? നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ടങ്ങ് പഠിച്ചാലോ?
എല്ലാവരും നന്നായിട്ട് പാട്ടുപാടി ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. നല്ല മിടുക്കര് പിള്ളേരാണേ. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായി, സ്വർഗീയപ്പച്ചന് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാവരും കേൾക്കണം. നല്ല സ്വരത്തിൽ ഈശോയ്ക്ക് സ്തുതി കൊടുക്കാം. ചിരിച്ചുകൊണ്ട് കൊടുക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.